നമസ്കാരം. കേരള സ്റ്റോറി 2 വിവാദമായതോടുകൂടിയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് അതിൻ്റെ സംവിധായകനും നിർമ്മാതാവിനുമാണ്. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരുടെ അടുത്ത് മുട്ടി നിൽക്കാൻ സാധിക്കത്തില്ല എന്ന് ഇപ്പം ഏകദേശം അവർക്ക് പിടികിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള സിനിമകൾ എടുത്തു വെക്കുന്നത്? അതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും പണി കിട്ടിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവരൊരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയായിരുന്നു. അപ്പോൾ അതിൽ അവർ പറഞ്ഞേക്കുന്ന പുതിയ ന്യായീകരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമ കേരളത്തെ പറ്റിയേ അല്ല, കേരളത്തെ ഉദ്ദേശിച്ചിട്ടേ അല്ല ഞങ്ങൾ ചെയ്തത്. കേരളത്തിൽ തുടങ്ങി ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അത് വ്യാപിച്ചു എന്ന് കാണിക്കാനാണത്രേ അവർ ആ സിനിമയ്ക്ക് കേരള സ്റ്റോറി 2 എന്ന് പേരിട്ടേക്കുന്നത്. എങ്ങനെയുണ്ട്? പുതിയ ന്യായീകരണം അടിപൊളിയായിട്ടുണ്ടല്ലേ. മനഃപൂർവ്വം കേരളത്തെ കരി തേച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ പേരിട്ടത്. കേരള സ്റ്റോറി പാർട്ട് 1 എന്ന് പറയുന്ന സിനിമ വളരെ ഫേമസ് ആയി അതിന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ രണ്ടാമതും അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈറലാകും, അതിന് നാഷണൽ അവാർഡ് വാങ്ങിച്ചെടുക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് മാത്രം കേരളത്തെ കരിവാരി തേച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ആ പേരിട്ടതാണ്. അല്ലാതെ വേറെ ഒരു ഉദ്ദേശത്തിലുമല്ല അവർ ആ പേരിട്ടത് എന്ന് നമുക്ക് 100% അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഇവരൊരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയായിരുന്നു. കേരള സ്റ്റോറി 2 സിനിമ കേരളത്തെക്കുറിച്ചല്ല എന്ന് നിർമ്മാതാക്കൾ കേരളത്തെക്കുറിച്ച് ആദ്യ സിനിമയിൽ പറഞ്ഞുവെന്നും ആ സത്യം അംഗീകരിക്കാത്തവരാണ് സിനിമയെ എതിർക്കുന്നതെന്നും നിർമ്മാതാവ് വിപുൽ അമൃത് ഷാ പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലവ് ജിഹാദ് ഇരകൾ എന്ന് അവകാശപ്പെടുന്നവരടക്കം പങ്കെടുത്ത ദില്ലിയിലെ പ്രമോഷൻ പരിപാടിയിലാണ് പ്രതികരണം. पहली बार हमने कहानी बनाई तो लोगों ने कहा ये सिर्फ केरल की कहानी है. हमको ये बताना था कि ये सिर्फ केरल में नहीं हो रहा है, ये पूरे देश में हो रहा है. सर, इसमें कोई विक्टिम केरला की तो नहीं थी? यहाँ लेके नहीं आए क्योंकि पिछली बार हम विपुल जी ने बताया कि पिछली बार हमने 25 विक्टिम्स को केरला से लेके आए. इसकी वजह से इस बार नहीं लेके आए. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന് കേരളവുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് സംവിധായകനും നിർമ്മാതാവും പറയുന്നത്. കേരളത്തിലെ ലവ് ജിഹാദ് ഇരകളെ കുറിച്ചായിരുന്നു ആദ്യ സിനിമ. ഇനി ഇങ്ങനെ എന്തൊക്കെ ന്യായീകരണങ്ങളുമായിട്ട് വരുമെന്നറിയാമോ? കേരളത്തിലുള്ളവർ കണ്ണടച്ച് ഇരുട്ടാക്കുവാണത്രേ. മനഃപൂർവ്വം ഇവിടെയുള്ള പ്രശ്നം ആരെയും കാണിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ഇത് വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ഇവിടെ അങ്ങനെ വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമൊന്നും നടക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്വർഗ്ഗലോകമാണ് കേരളം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് സംസ്ഥാനത്തിലെയൊക്കെ കഥകളൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. എന്ത് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണ്. എനിക്ക് തോന്നുന്നു ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ സൗത്ത് ഇന്ത്യയുടെ 7 അയലത്ത് വരത്തില്ല നോർത്ത് ഇന്ത്യ. അപ്പം അത്തരം സംസ്ഥാനങ്ങളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നല്ല രീതിയിൽ ജീവിക്കുന്ന കേരളീയരെ എന്തിനാണ് ഇങ്ങനെ കരിവാരി തേച്ച് കാണിക്കുന്നത്? അവരൊരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയെന്ന് പറഞ്ഞല്ലോ. ഈ പ്രസ് മീറ്റിൽ ഇരകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 37ഓളം ഇരകളാണ് ആ പ്രസ് മീറ്റിൽ വന്നത്. ഈ ഇരകളിൽ ആരും തന്നെ കേരളത്തിൽ നിന്നുള്ളവരല്ല. ഒരാൾ പോലും കേരളത്തിൽ നിന്നുള്ളവരല്ല. എല്ലാവരും ഉത്തരേന്ത്യക്കാരാണ്. ആ ചോദ്യവും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് പോയായിരുന്നേ. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള മന്ത്രിമാരെയും ഇവിടെയുള്ള MLA-മാരെയും മറ്റുള്ളവരെയും ഒക്കെ ക്രൂശിച്ച് നിർത്തുന്നവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുക, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഗട്ട്സ് ഒക്കെ വേണം. ആ ഗട്ട്സ് എന്തായാലും അവർക്കില്ല എന്ന് മനസ്സിലായി. രണ്ടാം ഭാഗത്തിന് കേരളത്തിലെ സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത സ്ഥിതിക്ക് പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡിന് പരാതി. ഒരു പ്രത്യേക സംസ്ഥാനത്തെയല്ല, മറിച്ച് ഈ വിഷയത്തെയാണ് സിനിമ ലക്ഷ്യമിടുന്നതെന്നും സംവിധായകൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് തീക്കാടനാണ് പരാതി നൽകിയത്. കേരള സ്റ്റോറി 2ാം ഭാഗത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ ലവ് എന്ന പേരിൽ 38 പേരെയാണ് അണിയറക്കാർ ഇന്നലെ ഹാജരാക്കിയത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് ഇവർ പറയുന്നു. തെക്കേ ഇന്ത്യയിൽ നിന്നും ഒരാൾ പോലും ഇല്ലാതിരിക്കെ കേരള സ്റ്റോറി എന്ന പേര് എന്തിനു നൽകി എന്നതാണ് ചോദ്യം. हमको ये बताना था कि सिर्फ केरल में नहीं हो रहा है, ये पूरे देश में हो रहा है. सर, इसमें कोई विक्टिम केरला की तो नहीं थी? यहाँ लेके नहीं आए क्योंकि पिछली बार विपुल जी ने बताया कि पिछली बार हमने 25 विक्टिम्स को केरला से लेके आए. इसकी वजह से इस बार नहीं लेके आए. കേരള സ്റ്റോറിയുടെ 1ാം ഭാഗത്തിനാണ് കേരള ബന്ധമെന്ന് സംവിധായകനും നിർമ്മാതാവും സമ്മതിച്ചു. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ എന്തിന് അപമാനിക്കുന്നു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരാണ് ഇരകൾ. അപ്പൊ നമുക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, കേരളത്തിന്റെ പേര് അതിൽ നിന്ന് മാറ്റുക. കേരള സ്റ്റോറി എന്നുള്ള പേര് മാറ്റിയിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റോറിന്നോ ഹെയ്റ്റ് സ്റ്റോറിന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും ആക്കിക്കോ. പക്ഷെ ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ പേര് ആ സിനിമയിൽ നിന്ന് മാറ്റുക. അത് മാത്രമേ ഞങ്ങളുടെ ലക്ഷ്യം. അത് മാത്രം മതി ഞങ്ങൾക്ക്.
വേറെ കാര്യങ്ങളൊന്നുമില്ല, വേറെ താല്പര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സിനിമ പിടിച്ചു, നിങ്ങൾ ആ സിനിമ ഇറക്കിക്കോ, ഞങ്ങൾക്ക് ആ സിനിമ കാണുകയും വേണ്ട, ആ സിനിമയുടെ പേര് മാറ്റുകയും ചെയ്യണം. കാരണം കേരളത്തിലുള്ളവർ അങ്ങനെ അല്ല, അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പരത്തുവാണ്. കേരള സ്റ്റോറി പാർട്ട് 1 ഇൻസിഡന്റ്, അങ്ങനെ ഒരു ഇൻസിഡന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഇൻസിഡന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇൻസിഡന്റ് ആണ്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെ മാത്രം നിങ്ങൾ എടുത്തു വെച്ച് കാണിക്കുകയായിരുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഒരു വിഭാഗത്തെ മുഴുവൻ കരിവാരി തേച്ച് കാണിച്ച് ഒരു സംസ്ഥാനത്തെ മുഴുവൻ കരിവാരി തേച്ച് കാണിക്കുകയാണ് ഇവർ ചെയ്തത്. ഇപ്പതേ ആ ഉപദ്രവം പോരാഞ്ഞിട്ട് അടുത്ത ഉപദ്രവം കൂടി. ഒരു കാര്യമില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ പേര് വലിച്ചിഴച്ചേക്കാണ്. ആസാമിലും UP-യിലും ഒക്കെ നടന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിടണം. പേരിടത്തില്ലല്ലോ. ആ സംസ്ഥാനങ്ങളുടെ ഒന്നും പേരിടത്തില്ല, കാരണം പേരിടാൻ പറ്റത്തില്ല. മനഃപൂർവ്വം നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരിട്ടേക്കാണ്. കാരണം ഇവിടെ എങ്ങനെയാണെന്നുള്ളത് അവർക്കറിയാം. ഈ സംവിധായകൻ പറഞ്ഞു ഡീപ്പ് റിസർച്ച് ചെയ്തെന്ന്. എന്ത് ഡീപ്പ് റിസർച്ച് ചെയ്തെന്ന്? ഡീപ്പ് റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഇതുപോലെ മാധ്യമങ്ങളെ കാണുകയല്ല ചെയ്യേണ്ടത്. കേരളത്തിലേക്ക് ഇറങ്ങി വരണം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓരോ കോണിലും പോയി അന്വേഷിക്കണം, കണ്ടെത്തണം. എല്ലായിടത്തും പോകണ്ട. കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയാൽ മതി. ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കണ്ണൂരോ തൃശ്ശൂരോ കാസർഗോഡോ തിരുവനന്തപുരമോ ഏതെങ്കിലും ഒരു ജില്ലയിൽ പോവുക. ആ ജില്ലയിൽ പോയി കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ താമസിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ്, വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളവർ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സിവിക് സെൻസ് കുറച്ച് കൂടുതലുള്ളവരാണ് മലയാളികൾ. മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. വഴിയരികിലെല്ലാം ചപ്പും ചവറും എല്ലാം അനാവശ്യമായിട്ട് വലിച്ചിട്ട് തുപ്പിയും പറയാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ, അതിദാരുണമായ അവസ്ഥയിൽ കിടക്കുന്ന പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ നമുക്കറിയാം. എന്നിട്ട് നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ വരുവാണ്, നമ്മളെ അവർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. ബാക്കി സംസ്ഥാനങ്ങളെ പഠിപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഈ സൗത്ത് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ക്ലാസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. ആരെ മനസ്സിലാക്കണം, ആരെ മനസ്സിലാക്കരുത്, ആരാണ് നല്ലവർ, ആരാണ് ചീത്ത എന്നുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. നമ്മൾ ബ്ലൈൻഡ് ഫോൾഡഡ്ലി ആരെയും ആരാധിക്കുന്നവരല്ല. നമ്മൾ പല പാർട്ടികളിൽ വിശ്വസിക്കുന്നവരായിരിക്കും, പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ബോധം മലയാളികൾക്കുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം ഓരോ മലയാളികൾക്കുമുണ്ട്. ആ ധൈര്യം ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഇത്തരം സിനിമകളുടെ ആവശ്യം നമുക്കില്ല. സിനിമ എന്ന് പറയുന്ന മാധ്യമം എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായിരിക്കണം. മെസ്സേജുകൾ നൽകാം, ആൾക്കാർക്ക് മോട്ടിവേഷൻ നൽകാനും ആൾക്കാർക്ക് മെസ്സേജുകൾ നൽകാനും അതിനൊക്കെ ഉപയോഗിക്കാം. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് ഒരു സംസ്ഥാനത്തെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കേരളത്തിൽ ഇലക്ഷൻ വരുവാണല്ലോ. ഇതൊന്നും ഇല്ലാതെ തന്നെ കേരളത്തിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതും സാഹചര്യം എന്താണെന്നുള്ളതും ഈ സാഹചര്യത്തിന് എന്താണ് വേണ്ടതെന്നുള്ളതും കേരളത്തിലുള്ള ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നല്ല ബോധമുള്ളവർ തന്നെയാണ്. കേരളത്തിൽ ഒരു ഗവൺമെന്റിനെ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നല്ല രീതിയിൽ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ താഴെ ഇറക്കാൻ നമ്മൾ മലയാളികൾക്കറിയാം. ഇവരുടെ ഒന്നും ഒരു ഒത്താശയുടെയും ആവശ്യമില്ല. അപ്പം ഏത് നല്ലത് ഏത് ചീത്ത എന്ന തിരിച്ചറിവുള്ളവരുടെ അടുത്തേക്ക് ഇത്തരം ചീത്ത കൊണ്ടുവരരുത്. കാരണം നമ്മൾക്ക് ഹെയ്റ്റ് സ്റ്റോറീസ് ആവശ്യമില്ല.